വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കുറേ നാളായിട്ട് ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരിക്കുന്ന സാധനമാണ് RS200 ഒരു അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ അവസാനം വിജയ് പറഞ്ഞു ഇതിന് അപ്ഡേറ്റ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവർ ടീസറൊക്കെ കാണിച്ചായിരുന്നു. ആദ്യം കേൾപ്പിച്ച സൗണ്ടാണ്. പിന്നെ നോക്കിയാണെങ്കിൽ സീറ്റിൻ്റെ ഭാഗവും ടാങ്കിൻ്റെ ഭാഗം കാണിച്ചത്. ആ ഒരു ഭാഗം നോക്കിയാണെങ്കിൽ പണ്ടത്തെ വണ്ടിയുടെ പോലെ ഇരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫ്രണ്ടിലെ ഡിസൈനിലും റിയറിലും ആ ഒരു കിറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെ കുറച്ച് മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തൊക്കെയാണ്. വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. സാധാരണ വിജയ് ചെയ്യുന്നത് എന്താണ് അത് തന്നെ അവരോട് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ ഗ്രാഫിക്സും പുതിയ കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടിലെ കാര്യം നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ പഴയ സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷേ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പം LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അവരാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിയറിൽ ഏറ്റവും ആ ഒരു വൃത്തിയുടെ ആ ഒരു ടൈൽ ലാമ്പാണ് പഴയ ടൈൽ ലാമ്പ്. അത് മാറ്റി കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള പുതിയ ടൈൽ ലാമ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം നോക്കുകയാണെങ്കിൽ പഴയതാണോ പുതിയതാണോ കൂടുതൽ വൃത്തികേട് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ടൈൽ ലാമ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ടൈൽ ലാമ്പിൽ തന്നെ ഇൻഡിക്കേറ്ററും അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു മാറ്റം നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ പുതിയൊരു കളർ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. അതിനകത്തൊരു TFT അവർ ഇൻസ്റ്റേർട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മൾ ആ ഒരു NS400 കണ്ട ആ സെയിം ഡിസ്പ്ലേ ആണ് ഇപ്പം ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ കോൾ ആൻഡ് SMS അലേർട്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും USD ഫോക്ക് വരുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അവർ USD ഫോക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു കളറിലും ഗ്രാഫിക്സിലും പുതിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ ഡിസൈനിൽ വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. പുതിയൊരു പ്രൊജക്ടർ LED കൊടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കുറച്ചെങ്കിലും മാറ്റം അവർക്ക് വരുത്തായിരുന്നു. എന്നാൽ അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പഴയ വണ്ടിയാണോ പുതിയ വണ്ടിയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പുറകിൽ പോയി നോക്കണം. ഈ ടൈൽ ലാമ്പ് പുതിയാണെങ്കിൽ പുതിയ വണ്ടി, അല്ലെങ്കിൽ പഴയ വണ്ടി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ വണ്ടി തിരിച്ചറിയണത്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ പഴയത് തന്നെയാണ്. ആ പവറിലും കാര്യങ്ങളിലും ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 24.5 PS ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 18.7 Nm ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഗിയർ ബോക്സിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. അതും പുതിയതായിട്ട് വന്നൊരു മാറ്റമാണ്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. പിന്നെ വേറെ വന്ന വലിയൊരു മാറ്റം നോക്കിയാണെങ്കിൽ വണ്ടിയുടെ വില ഇപ്പോൾ 10,000 രൂപയോളം കൂട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1.84 ലാഖിലാണ്. വണ്ടി പഴയത് തന്നെയാണെങ്കിലും വലിയ മാറ്റമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ലുക്കൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഇപ്പോഴും. അതേപോലെ പെരിമീറ്റർ ഫ്രെയിമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നല്ല പവർഫുള്ള എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോമ്പറ്റീഷനും അതേപോലെ തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയും TVS ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ ലെവലിലാണ് അവർ വണ്ടികൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഏറ്റവും വലിയ റൈവലായിട്ടുള്ള നമ്മുടെ ആ ഒരു കരീസ്മ SMR നോക്കുകയാണെങ്കിൽ അത് വേറെ ലെവൽ വണ്ടിയാണ്. ഇപ്പോൾ ലുക്കിലായാലും ഫീച്ചേഴ്സിലായാലും പവറിൻ്റെ കാര്യത്തിലായാലും ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും RSനേക്കാളും മുന്നിൽ നിൽക്കുന്നത് XMR 210 തന്നെയാണ്. ആ വണ്ടി ആദ്യം വന്നപ്പം എല്ലാവരും ലുക്ക് ഒന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടാൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറാവുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ആ വണ്ടി കാണാനായിട്ട്. പിന്നെ 3000 രൂപയോളം RS200 വിലയും കുറവാണ്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ റൈവൽ തന്നെ ഇതിനേക്കാളും ഒരുപാട് സ്റ്റെപ്പ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കോമ്പറ്റീഷൻ അനുസരിച്ച് വിജയ് മാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വെറുതെ കളറും ഗ്രാഫിക്സും മാറി ഇനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള കമ്പനികളൊക്കെ വണ്ടികൾ ഇറക്കുന്നത് വേറെ ലെവലാണ്. ഒരുപാട് ഫീച്ചേഴ്സ്, പുതിയ ലുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ കളറും ഗ്രാഫിക്സും മാറി എത്ര കാലം വിജയിന് പിടിച്ചിരിക്കാൻ വേണ്ടെന്ന് അറിയാൻ മേല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതുപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.